ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മള് മാനസാന്തരം എന്ന വിഷയമാണ് ധ്യാനിക്കുന്നത്. കുടുംബവും മാനസാന്തരവും, അല്ലെങ്കിൽ കുടുംബത്തിലെ മാനസാന്തരം, ഈ വിഷയം നമ്മളിപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തിക്കുകയാണ്. നോക്കൂ, ആദ്യത്തെ കുടുംബം, ആദം ഹൗവ, ആ കുടുംബം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ തയ്യാറാകാതെ തങ്ങളുടെ ഇഷ്ടം ചെയ്തു. അപ്പോ അവര് തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവത്തെ വടിയിറക്കി. എന്നാൽ പുതിയ നിയമത്തിൽ മറ്റൊരു കുടുംബത്തിൽ ഇതിന് നേരെ വിപരീതമായ ഒരു അവസ്ഥയാണ് കാണുന്നത്. ആ കുടുംബത്തിൽ ദൈവം അവിടെ സെൻട്രൽ തന്നെയാണ്. തിരുക്കുടുംബമാണ്, നസ്രത്തിലെ തിരുക്കുടുംബം. അപ്പൊ കുടുംബത്തിന്റെ മാനസാന്തരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു ആദിമ കുടുംബത്തിൽ നിന്നും നസ്രത്തിലെ തിരുക്കുടുംബത്തിലേക്കുള്ള ആ ഒരു നീക്കമുണ്ടല്ലോ, ആ ഒരു മാറ്റമുണ്ടല്ലോ, ആ ഒരു വളർച്ചയുണ്ടല്ലോ. അത് കുടുംബത്തിൽ നടക്കേണ്ട മാനസാന്തരത്തിന്റെ ഒരു വ്യക്തമായ ഒരു മോഡലാണ്. അതിന്റെ അർത്ഥം, കുടുംബത്തിൽ മാനസാന്തരം എന്ന് വെച്ചാൽ കർത്താവ് കുടുംബത്തിന്റെ കേന്ദ്ര ബിന്ദു ആയി മാറുന്നു എന്നാണ്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ജീവിതത്തിന്റെ കേന്ദ്രം, ആ കുടുംബത്തിന്റെ എല്ലാ സംസാരങ്ങളുടെയും നിലപാടുകളുടെയും പെരുമാറ്റങ്ങളുടെയും ചർച്ചകളുടെയും തീരുമാനങ്ങളുടെയും എല്ലാം കേന്ദ്രമായി ഈശോ മാറുന്നതാണ് കുടുംബങ്ങളുടെ മാനസാന്തരത്തിന്റെ നമ്പർ 1 ലക്ഷണം. നമ്മള് ബോർഡ് പുറത്തെഴുതി വെക്കാറുണ്ടല്ലോ, ഈശോ ഈ കുടുംബത്തിന്റെ നാഥൻ, അല്ലെങ്കിൽ യേശു ഈ കുടുംബത്തിന്റെ നാഥൻ, നമ്മൾ പുറത്ത് ഒട്ടിച്ചു വെക്കാറുണ്ട്. സത്യത്തിൽ ഈശോ നമ്മുടെ കുടുംബത്തിന്റെ നാഥനാണെങ്കിൽ ആ കുടുംബത്തിന്റെ പേരാണ് മാനസാന്തരപ്പെട്ട കുടുംബം. സഖ്യവൂസിന്റെ കുടുംബം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സഖ്യവൂസിന്റെ കുടുംബത്തിലേക്ക് ഈശോ വന്നു, ഈശോ ആ കുടുംബത്തിൽ ഇരുന്നു. അപ്പോൾ സഖ്യവൂസ് എഴുന്നേറ്റ് നിന്നു. ഈശോ ഇരുന്നു, സഖ്യവൂസ് എഴുന്നേറ്റു, പറഞ്ഞു, കർത്താവേ, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി അടിച്ചിരിക്കും. എന്റെ സ്വത്തിന്റെ പകുതി ദരിദ്രർക്കും. എന്തൊരു മാറ്റമാണ്! സഖ്യവൂസിന്റെയും സഖ്യവൂസിന്റെ കുടുംബത്തിന്റെയും ജീവിതം മുഴുവൻ പണത്തെ കേന്ദ്രമാക്കി ആയിരുന്നു ഇതുവരെ. പണം കേന്ദ്രം. അധർമ്മം കൊണ്ട് മച്ചിട്ട വീടാണത്. അധർമ്മം കൊണ്ട് മച്ചിട്ട വീട്. അങ്ങനെ ഉള്ളൊരു വീട്ടിലാണ് ഈശോ കേന്ദ്രബിന്ദുവായി മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ മറ്റുള്ളതൊക്കെ നിസ്സാരം എന്ന് അവർ തന്നെ തിരിച്ചറിയാം. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് തിരിച്ചറിയാം. സഖ്യവൂസ് പറയാണ്, എന്റെ സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെങ്കിലും വഞ്ചിച്ചെടുത്ത് 4 ഇരട്ടി തിരികെ കൊടുക്കുന്നു. എന്തൊരു മാറ്റമുള്ള കുടുംബത്തിന്! കണ്ടോ? അപ്പോൾ മാനസാന്തരം കുടുംബത്തിൽ എന്ന് വെച്ചാൽ അതിന്റെ ഒന്നാമത്തെ ലക്ഷണം ഈശോ കുടുംബത്തിന്റെ കേന്ദ്രം എന്നത്. ഇവിടെ ഈശോ നമ്മുടെ കുടുംബത്തിന്റെ കേന്ദ്രമായാൽ ഈശോയ്ക്ക് അഹിതമായതൊന്നും ആ കുടുംബത്തിൽ നമ്മൾ സൂക്ഷിക്കില്ല. അത് വ്യക്തമാണ്. ഈശോയ്ക്ക് അഹിതമായതൊന്നും ആ കുടുംബത്തിൽ നടക്കില്ല. ഈശോയ്ക്ക് അഹിതമായതൊന്നും ആ വീട്ടിൽ സംസാരിക്കില്ല. ഈശോയ്ക്ക് അഹിതമായ ഒരു പദ്ധതിയും ആ വീട്ടിൽ ഉണ്ടാവില്ല. മാനസാന്തരപ്പെട്ട കുടുംബം അത് ഈശോ കേന്ദ്രമായുള്ള കുടുംബമാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഈശോ ഏതെല്ലാം വീട്ടിലേക്ക് കടന്നു ചെന്നുവോ അവിടെ എല്ലാം മാറ്റങ്ങളുണ്ടായി.
ഈശോ ഏതെല്ലാം സ്ഥലത്തേക്ക് പോയോ അവിടെയൊക്കെ ഈശോ വലിയ ഒരു ആതിഥേയനായി മാറുന്നുണ്ട്. ഈശോ അതിഥിയായി ചെന്ന് ആതിഥേയനായിട്ട് മാറും. സക്കേവൂസിന്റെ വീട്ടിൽ അതിഥിയായിട്ടാണ് ചെന്നത്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ ഈ ഭവനത്തിന് ഇന്ന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാ പറഞ്ഞത്. രക്ഷ കൈവന്നിരിക്കുന്നു. കണ്ടോ, ആതിഥേയനായി രക്ഷ കൊടുത്തു. ഇത് ഈശോയുടെ സവിശേഷത. ഈശോ ഏത് കുടുംബത്തിലേക്ക് അവിടുത്തെ നാഥനായി കേന്ദ്രമായി വരുന്നുവോ അവിടെ ഈശോ പിന്നെ വിളമ്പും. ഈശോ വാരി വിതറും. ഈശോ നൽകും. ഈശോ ട്രെയിൻ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്ക്, മറിയത്തിന്റെയും മർത്തായുടെയും വീട്ടില് ആ കുടുംബത്തില് ഈശോ ചെന്നിരിക്കുന്നു. അപ്പൊ അവിടെ രണ്ട് സഹോദരികള്, ഒരാൾ കൂടി നടക്കുന്നു, വേറൊരാള് അവിടെ ഇരിക്കുന്നു. ഈശോ അവരെ ട്രെയിൻ ചെയ്യുകയാണ്. ഈശോ പറയാണ്, മർത്ത മർത്ത, നീ പല കാര്യങ്ങളെ കുറിച്ച് ഉത്കണ്ഠാകുലയായിരിക്കുന്നു. അതല്ല 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 എനിക്ക് വേണ്ടത്. നോക്കൂ, എനിക്ക് നിങ്ങളിൽ നിന്ന് ചായ വേണ്ട, നിങ്ങളിൽ നിന്ന് പഴംപൊരി വേണ്ട, എനിക്ക് നിങ്ങൾക്ക് തരാൻ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് എൻ്റെ കാൽക്കൽ വന്ന് എൻ്റെ വചനം കേൾക്കുന്നത്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഈ വീട്ടിൻ്റെ നാഥനാണ്, ഈ വീടിൻ്റെ നാഥനാണ്, ഈ വീടിൻ്റെ ആതിഥേയനാണ്. മാനസാന്തരം, പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മുടെ നിലപാടുകൾ മാറ്റാൻ നമ്മൾ തീരുമാനിക്കുന്നത്. എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഒരു അച്ഛനായതുകൊണ്ട് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് വരും, സംസാരിക്കും. അങ്ങനെ ചിലപ്പോഴൊക്കെ ഞെട്ടിപ്പോകും. അതായത് പ്രാർത്ഥനയിലൊക്കെ വളരെ താല്പര്യമായിട്ടും ഒക്കെ നടക്കുന്നയാള്, പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ വളരെ സജീവമാണ്. പക്ഷെ വീട്ടിലെ ഭാര്യയെ തല്ലും, ശാരീരികമായി ഉപദ്രവിക്കും. അതെന്തൊരു പ്രാർത്ഥനക്കാരനാണോ? ആള് വലിയ പ്രാർത്ഥനക്കാരിയാണ്, പക്ഷെ അനീതി, കടുത്ത അനീതി കാണിക്കും. ഈശോ ആ കുടുംബത്തിലുണ്ടോ? ഒരു പാവപ്പെട്ട കോൺട്രാക്ടർ അവന്റെ കഷ്ടപ്പാട് ഒക്കെ സഹിച്ച് ഒരു വീട് പണിതു കൊടുത്തു. പ്രാർത്ഥന കൂടാരക്കാരുടെ വീടാണ്, വലിയ പരങ്ങളൊക്കെ ഉള്ളവരാ, കൗൺസിലിങ്ങിന് ജനമൊക്കെ വരും അത്രേ, അങ്ങനെയുള്ള വീടാ. പക്ഷേ വർഷം പലതായി ഇതുവരെ അവന് കൊടുക്കേണ്ടത് കൊടുത്തു തീർത്തിട്ടില്ല. കടുത്ത അനീതിയുടെ കൂടാരമായി അത് മാറിയിരിക്കുന്നു. അവിടെ എവിടെയാ ഈശോ ഉള്ളത്? അവിടെ എന്തു പ്രാർത്ഥന നടത്തിയിട്ട് എന്തു കാര്യം? എന്തു പ്രാർത്ഥന അവിടെ നടത്തിയിട്ട് എന്തു കാര്യം? അവസാനം നിവൃത്തിയില്ലാതെ പല പ്രാവശ്യം ചോദിച്ച് അവസാനം വീട്ടിൽ ചെന്ന് അവൻ സ്വരം ഉയർത്തി സംസാരിച്ചപ്പോ പറയുക, ഞങ്ങള് പ്രാർത്ഥിച്ചു നോക്കിയിട്ട് ഇയാൾക്കൊന്നും തരായില്ലെന്ന്. എങ്ങനെ? ഞങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയിട്ടൊന്നും തരായില്ലെന്ന്. എന്തിനാ പ്രാർത്ഥിച്ചു നോക്കണേ? ഇതിനൊക്കെ കണക്കൂട്ടി നോക്കിയ പോരെ. കർത്താവിനെ വിൽക്കുന്ന മനുഷ്യര്, കർത്താവിന്റെ നാമത്തിൽ കുടുംബം നശിക്കത്തക്ക വിധത്തിൽ വലിയ കപടത ചെയ്യുന്നവര്. മാനസാന്തരപ്പെടണം കുടുംബങ്ങൾ. നീതി പുലരട്ടെ കുടുംബങ്ങളില്, സമാധാനം പുലരട്ടെ കുടുംബങ്ങളില്, സത്യം പുലരട്ടെ കുടുംബങ്ങളില്. ഈശോ കുടുംബത്തിന്റെ നാഥനാണെങ്കിൽ, കേന്ദ്രമാണെങ്കിൽ, ഈ പറഞ്ഞതൊക്കെ അവിടെ ഉണ്ടായിരിക്കും, ഒരു സംശയമില്ല. നമ്മൾ എന്താ വിചാരിക്കുന്നേ? ഒരു കുടുംബം ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട്, ഞങ്ങള് അത്യാവശ്യം പ്രാർത്ഥനയൊക്കെ ഉള്ളവരാണ്, അത്യാവശ്യം പള്ളിയിൽ പോകുന്നവരാണ്, ഞങ്ങൾ കൃത്യം ചൊല്ലാറുണ്ട്, ഞങ്ങള് അങ്ങനെ കർത്താവിന് വേണ്ടതൊക്കെ കൊടുത്ത് അങ്ങനെ പോകുന്നവരാണ്, പെരുന്നാളിന് പങ്കു കൊടുക്കാറുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ നീതിബോധം,
സത്യസന്ധത, ആത്മാർത്ഥത, സൗഹൃദം, ക്ഷമ വളരെ പ്രധാനപ്പെട്ട, വളരെ വളരെ പ്രധാനപ്പെട്ട. ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഒരു വീട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, പിന്നെ മകനും. ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആ അപ്പൻ, അമ്മ, മകൻ ഭയങ്കര പ്രാർത്ഥനകളുണ്ട്. പക്ഷേ ഒരു കടയുണ്ട്, പെട്ടിക്കട. തട്ടിപ്പ് നടത്തുക. എന്നിട്ട് രാത്രിയാകുമ്പോ സപ്പറിന് അത്താഴത്തിന് വന്നിരിക്കുമ്പോ ഓരോരുത്തർ അവരവരുടെ വീരവാദങ്ങൾ പറയാൻ തുടങ്ങും, വിവരിക്കാൻ തുടങ്ങും. ഞാൻ ഇന്ന് ത്രാസ് പിടിച്ച് ഇത്ര കാശുണ്ടാക്കി, ഞാൻ ഇന്ന് കാശ് എണ്ണി എന്നതിൽ പെശക് വരുത്തി ഇത്രയും ഉണ്ടാക്കിയെടുത്തു. ഇങ്ങനെ അപ്പനും അമ്മയും മകനും ഒക്കെ വാശിക്ക് തട്ടിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബം. ഒരു ദിവസം മോൻ ധ്യാനത്തിന് പോയി. അങ്ങനെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ കൊണ്ടുപോയതാ. ധ്യാനത്തിന് പോയി തിരികെ വന്നപ്പോ അപ്പനും അമ്മയും അന്നത്തെ ദിവസത്തിലെ അവരുടെ കച്ചവട വിശേഷങ്ങൾ ടേബിളിൽ പറയാൻ തുടങ്ങി. അപ്പം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ എനിക്ക് അത്രയും ഒപ്പിക്കാൻ പറ്റി. അമ്മ പറഞ്ഞു, അതെന്ത്, ഞാൻ ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നേരത്തെ ഈ മോൻ പറഞ്ഞത്രേ, അപ്പ ഇനി അത് നമുക്ക് വേണ്ട അമ്മേ, ഇനി അതിവിടെ പറ്റില്ല അമ്മേ, ശരിയാവില്ല. ധ്യാനം കൂടി വന്നപ്പനും ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ സത്യബോധവും നീതിബോധവും സത്യസന്ധതയൊക്കെ ശക്തമായിട്ടുണ്ടായി. അപ്പൊ അപ്പം പറഞ്ഞു, ഇവൻ ആരാണ്, ഉണ്ണിയാൾ എവിടെ നിന്ന് വന്നു? ഇതുവരെ അസ്വസ്ഥതയൊന്നും ആ വീട്ടിലുണ്ടായിട്ടില്ല. എല്ലാവരും നല്ല അഡ്ജസ്റ്റ്മെന്റ്, സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാ ആദ്യമായി ഒരു ധ്യാനത്തിനൊരുത്തം പോയി, തിരികെ വന്നു, കുടുംബത്തിൽ കലഹം. പക്ഷെ അവൻ വിട്ടില്ല. അവൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം, ഞാനിപ്പോ ഇന്നത്തെ കൊണ്ട് ഇത് നിർത്തിയായിരുന്നു. നോക്കൂ, അവിടെ ആ കുടുംബത്തിൽ അവന്റെ നിലപാട്, കർത്താവിൽ കേന്ദ്രീകൃതമായ നിലപാട് അവൻ ശക്തമായി ഹോൾഡ് ചെയ്തത് കൊണ്ട് അപ്പനും അമ്മയും പിന്നെ ചിന്തിച്ചു. അവര് പരസ്പരം ആലോചിച്ചു. അവർ ശരിയാണ്, എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കാശ് ആശുപത്രി കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവര് ഒടുവിൽ അവരുടെ ജീവിത ശൈലിക്ക് മാറ്റം വരുത്തി. നോക്കൂ, ഇതാണ് കുടുംബത്തിലെ മാനസാന്തരം. പക്ഷെ അതിന് ചില വില കൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ടവർ, ഈശോ പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, എന്നാൽ ഈ ലോകം തരുന്നത് പോലെയല്ല. ഈശോ തന്നെ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് സമാധാനം കൊണ്ടാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, ഭിന്നത എന്ന് ഞാൻ പറയും, വാളെന്ന് ഞാൻ പറയും. ഇനി അപ്പൻ അമ്മയ്ക്കെതിരായും അമ്മ മകനെതിരായും മകള് വേറെ എങ്ങനെ എതിരായി. നോക്കൂ, എന്താ അതിന്റെ അർത്ഥം? കുടുംബത്തിൽ ദൈവികമായ സമാധാനം കൈവരണമെങ്കിൽ ലൗകികമായ അഡ്ജസ്റ്റ്മെന്റുകളുടെ സമാധാനം, അല്ലെങ്കിൽ പാപത്തിൽ അധിഷ്ഠിതമായ സമാധാനം, അത് തകരുക തന്നെ വേണം. പക്ഷെ അതിന് നിലപാട് വേണം, ശക്തമായ നിലപാട്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലെ മാനസാന്തരം അങ്ങനെ വെറുതെ ഉണ്ടാകുന്നതല്ല, അത് വില കൊടുത്ത് ഉണ്ടാക്കുന്ന കുടുംബത്തിലെ മാനസാന്തരം. വില കൊടുക്കണം. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവെ, അങ്ങ് എൻ്റെ കുടുംബത്തിന്റെ നാഥനായി വാഴണം. എൻ്റെ കർത്താവെ, എൻ്റെ വീട്ടില് ഞങ്ങള് ചിലരോട് വഴക്കാണ്. എൻ്റെ കർത്താവെ, ചില വീട്ടുകാരെ ഞങ്ങൾ മൈൻഡിയാണ്. അവരിങ്ങോട്ടും വരാറില്ല, ഞങ്ങൾ അങ്ങോട്ടും ബോധപൂർവം ഒഴിവാക്കും.
കർത്താവെ, സാമ്പത്തിക മേഖലയിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. വേണ്ടത്ര സുതാര്യതയോ വേണ്ടത്ര കൃത്യതയോ, ടാക്സ് കൊടുക്കേണ്ടത് കൊടുക്കാതെ അങ്ങനെയൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ മദ്യപാനം വലിയൊരു വിഷയമായിട്ട് കുടുംബത്തിലുണ്ട്. കുടുംബത്തിൽ ഒരു മുറി ഇതിനു വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചേക്ക. അച്ഛൻ വെഞ്ചരിക്കാൻ വന്നപ്പോൾ ആ മുറി കയറണ്ടെന്ന് പറഞ്ഞത്രേ. അത് ഈശോയ്ക്കുള്ളതല്ല, ബാക്കിയെല്ലാം ഈശോയ്ക്കുള്ളത്. ഈ മുറി മാത്രം ഈശോയ്ക്കുള്ളത്. കർത്താവെ, ഇത്തരത്തിലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നടത്തുന്ന കള്ളക്കച്ചവടം, കർത്താവെ, ഞങ്ങൾ നടത്തുന്ന നാണയ കൈമാറ്റം, അതെല്ലാം അങ്ങയുടെ ചാട്ടുവാറിനാൽ ഓടിക്കണം. അങ്ങയുടെ ദേവാലയമായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറട്ടെ. ശരിയായ മാനസാന്തരം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ശരിയായ മാറ്റം, മാനസാന്തരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.